വെൽക്കം ടു ആൾ. എല്ലാവർക്കും ഇന്നത്തെ കോൺക്രീറ്റ് ടെക്നോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അഗ്രിഗേറ്റ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനുള്ള അഗ്രിഗേറ്റിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ 2 ടെസ്റ്റ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് അഗ്രിഗേറ്റ് അബ്രഷൻ ടെസ്റ്റസ് ആണ്. അപ്പോൾ അബ്രഷൻ ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽസിൻ്റെ അതായത് അഗ്രിഗേറ്റിൻ്റെ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അബ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ടു ടെസ്റ്റ് ദ റെസിസ്റ്റൻസ് ടു വിയർ, അതായത് വിയറിനോടുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയെങ്കിൽ അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു അഗ്രിഗേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? റെസിസ്റ്റൻറ്റ് ടു വിയർ തന്നെയാണ് അതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്രഷൻ ടെസ്റ്റ് നമ്മൾ 2 ടെസ്റ്റസ് ആണ് നമുക്കുള്ളത്. 2 ടെസ്റ്റസ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കോമൺലി നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റായ ലോസ് ഏഞ്ചൽസ് അബ്രഷൻ ടെസ്റ്റാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അധികം സ്ഥലത്തും ലോസ് ആഞ്ചൽസ് അബ്രഷൻ ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഡേവൽ ആട്രിഷൻ ടെസ്റ്റ് അങ്ങനെ അധികം യൂസ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും 2 ടെസ്റ്റേഴ്സും തമ്മിൽ നോക്കാം. 2 ടെസ്റ്റേഴ്സ് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നും നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡേവൽ ആട്രിഷൻ ടെസ്റ്റ്. ഇതൊരു തരത്തിലുള്ള അബ്രഷൻ ടെസ്റ്റാണ്. മെറ്റീരിയലിൻ്റെ വിയറിനോടുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആട്രിഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് നോൺ വെയ്റ്റ് ആർ ടേക്കൺ. അതായത് നമുക്ക് നോൺ വെയ്റ്റിലുള്ള ഒരു നമുക്ക് മെഷർ ചെയ്തിട്ട് ആദ്യമേ വെയിറ്റ് മെഷർ ചെയ്ത് നമ്മളൊരു എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾ എടുക്കുന്നു. അതിൻ്റെ വെയിറ്റ് എന്ത് നമുക്കറിയാം, നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ they are subjected to wear in an iron cylinder by rotating it 10,000 times at a certain speed. അപ്പോൾ താഴെ ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡേവൽ ആട്രിഷൻ ടെസ്റ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡേവൽ ആട്രിഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നോൺ വെയ്റ്റുള്ള പാർട്ടിക്കിൾസ് എടുത്തു. എന്നിട്ട് നമ്മൾ അതെന്ത് ചെയ്യാണ്, ഒരു അയൺ സിലിണ്ടറിലോട്ട് ഇട്ടിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യണം. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഒരു സെർട്ടേൺ സ്പീഡിൽ 10,000 ടൈംസ് എന്ത് ചെയ്യും, ഈ അയൺ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒരു സെർട്ടേൺ സ്പീഡിൽ 10,000 ടൈംസ് 10,000 കൗണ്ട് വരെ നമ്മൾ നോക്കണം, അത്രയും ഇത് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ അത്രയും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദ പ്രൊപ്പോർഷൻ ഓഫ് ദ മെറ്റീരിയൽ ക്രഷ്ഡ് ഫൈനർ ദാൻ 1.7 mm size is expressed as a percentage of total weight and is known as attrition value of the aggregate. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നോൺ വെയിറ്റ് ഉള്ള കുറച്ച് പാർട്ടിക്കിൾസ് എടുക്കുന്നു. അതെന്നിട്ട് എന്ത് ചെയ്യും, ഡേവൽ ആട്രിഷൻ ടെസ്റ്റ് അപ്പാരറ്റസിൽ റൊട്ടേറ്റിംഗ് സിലിണ്ടറിൽ നമ്മൾ ഇടും. എന്നിട്ട് 10,000 ടൈംസ് ഒരു സെർട്ടൺ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അലോ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഒബ്വിയസ്ലി എന്തുണ്ടാവും, ഒരുപാട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കുറച്ച് പാർട്ടിക്കിൾസ് ക്രഷ് ചെയ്തിട്ടുണ്ടാവും. അതായത് അത്രയും സ്പീഡിൽ ഈ പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, റബ്ബിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റബ്ബിങ് നടന്നിട്ട് ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് എന്തായിട്ടുണ്ടാവും, ക്രഷ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എത്രമാത്രം ക്രഷ്ഡ് ആയെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 1.7 mm സീവിൽ ഈ എൻറ്റയർ പാർട്ടിക്കിൾ ക്രഷ്ഡ് ആൻഡ് നോൺ ക്രഷ്ഡ് എൻറ്റയർ പാർട്ടിക്കിൾ നമ്മൾ സീവ് ചെയ്യും. എന്നിട്ട് നമ്മൾ 1.7ൽ റീറ്റെയിൻ ചെയ്തതും അതിലൂടെ പാസ് ചെയ്തതും എന്ത് ചെയ്യും, എൻറ്റയർലി സെപ്പറേറ്റഡ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റീറ്റെയിൻ ചെയ്ത വെയ്റ്റിനെ ഒറിജിനൽ വെയ്റ്റുമായി കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, എത്രമാത്രം പാർട്ടിക്കിൾ ലോസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതായത് ക്രഷ്ഡ് റീറ്റെയിൻ ചെയ്തതും ടോട്ടൽ വെയ്റ്റും നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടി, എത്രമാത്രം പാർട്ടിക്കിൾസ് ലോസ് ആയെന്ന് നമുക്ക് മൈനസ് ചെയ്യാം. അതായത് ടോട്ടൽ വെയ്റ്റ് ഓഫ് ദി പാർട്ടിക്കിൾ മൈനസ് ദ വെയ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾ റീറ്റെയിൻഡ് ഓൺ 1.7 mm സീവ്. അപ്പോൾ നമുക്ക് 1.7 mm സീവിലൂടെ പാസ് ചെയ്തു പോയ
പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് കിട്ടി. അതെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ വെയിറ്റിൻ്റെ പെർസെൻറ്റേജായി എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജിനെയാണ് നമ്മൾ ആട്രിഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആട്രിഷൻ വാല്യൂ ഓഫ് ദ അഗ്രിഗേറ്റ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ യൂഷ്വലി നമ്മൾ യോസാഞ്ചിൽസ് ടെസ്റ്റാണ് ഡേവൽ ആട്രിഷൻ ടെസ്റ്റിനേക്കാളും കൂടുതലായി ചെയ്തു വരുന്നത്. ഇത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം 10,000 നമ്പർ ഓഫ് റൊട്ടേഷൻ നമ്മൾ കൗണ്ട് ചെയ്യണം. അത്രയും ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ലോസ് ആഞ്ചൽസ് അബ്രഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേവൽ ആട്രിഷൻ ടെസ്റ്റിൻ്റെ അത്രയും ടൈം കൺസ്യൂം അല്ല. കാരണം നമ്മൾ ഒരു 500 to 1000 നമ്പർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലോസ് ആഞ്ചൽ ടെസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. ഇറ്റ് ഈസ് ക്വിക്കർ ദാൻ ഡേവൽ ടെസ്റ്റ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേവൽ ടെസ്റ്റിനേക്കാളും ക്വിക്കറാണ്, അത്രയും ടൈം കൺസ്യൂമിങ് അല്ല. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം. സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് മെറ്റീരിയൽ along with abrasive charges is taken in a standard cylinder rotating at 20 to 33 revolution per minute for a specific number of revolution 500 to 1000. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നോൺ വെയിറ്റ് ഉള്ള കുറച്ച് പാർട്ടിക്കിൾസ് എടുക്കുന്നു. എന്നിട്ട് താഴെ കാണിച്ചിരിക്കുന്നതാണ് ലോസ് ആഞ്ചൽസ് അബ്രഷൻ ടെസ്റ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു സർക്കുലർ സിലിണ്ടർ കാണാം. ആ സിലിണ്ടറിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ നോൺ വെയിറ്റുള്ള പാർട്ടിക്കിളും ഇടുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ സ്റ്റീൽ ബോൾസ് കാണിച്ചിട്ടില്ലേ, ഈ ഒരു 12 നമ്പർ ഓഫ് സ്റ്റീൽ ബോൾസും നമ്മൾ എന്ത് ചെയ്യും, ഈ പാർട്ടിക്കിൾസിൻ്റെ കൂടെ ആ സിലിണ്ടറിലോട്ട് ഇട്ടിട്ട് അത് നമ്മൾ ഒരു 1000 to 500 റവല്യൂഷന് അലോ ചെയ്യും. അത് നമ്മൾ കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 20 to 33 റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന സ്പീഡിലായിരിക്കും ഈ ലോസ് ആഞ്ചൽസ് അബ്രഷൻ ടെസ്റ്റ് റെവല്യൂഷൻ ചെയ്യുക. അപ്പോൾ നമ്മളൊരു 500 അല്ലെങ്കിൽ 1000, കോമൺലി 1000 ആണ്, 1000 നമ്പർ ഓഫ് റെവല്യൂഷൻ നമ്മൾ കൗണ്ട് ചെയ്യും. അങ്ങനെ 1000 ആകുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഡേവൽ ടെസ്റ്റിന് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും, 1.7 mm സീവ് ചെയ്തിട്ട് അതിൽ സീവ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ സെപ്പറേറ്റഡ് ഔട്ട് ചെയ്തിട്ട് ആ കിട്ടിയതിനെ ഫസ്റ്റ് ഒറിജിനൽ വെയിറ്റും ഇതും തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ച് നമുക്ക് പാർട്ടിക്കിൾ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതിന് പിന്നെ നമ്മൾ ഒറിജിനൽ വെയിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് അബ്രഷൻ വാല്യൂ ഓഫ് ദി അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അബ്രഷൻ വാല്യൂ ഈസ് റെസ്ട്രിക്റ്റഡ് ടു 30% ഫോർ കോൺക്രീറ്റ് യൂസ്ഡ് ഫോർ റോഡ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആൻഡ് 50% ഫോർ അതർ സ്ട്രക്ചർ. അപ്പോൾ ഈ അബ്രഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ റോഡ്സിനും പേയ്മെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ആണെങ്കിൽ അത് 30%-നേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല. ഇനി എന്താണ്, അതർ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിൽ 50%-നേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല എന്നൊരു മെഷർമെൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ വളരെ സിമ്പിളായ ടെസ്റ്റാണ്. രണ്ടിനും എന്താണ്, സെയിം പ്രൊസീജിയറാണ്. നമ്പർ ഓഫ് റെവല്യൂഷനിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഡേവൽ ടെസ്റ്റിന് 10,000 റെവല്യൂഷൻ ആണെങ്കിൽ ഇതിൽ എത്രയാണ്, 500 to 1000 റെവല്യൂഷൻ ആണ്. പിന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 20 to 33 റെവല്യൂഷൻ പെർ മിനിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് വേണ്ടി നമ്മൾ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ആൻഡ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി അഗ്രിഗേറ്റ്, ബൾക്ക് ഡെൻസിറ്റി ആൻഡ് വോയിഡ്സ്, പിന്നെ നമ്മുടെ സീവ് അനാലിസിസുമാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ സീവും ബൾക്ക് ഡെൻസിറ്റിയും ഓൾറെഡി കോൺക്രീറ്റ് ലാബിൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ആൻഡ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഫ്ലേക്കിനെസ് ഫസ്റ്റ് നമുക്ക് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ഡിസ്കസ് ചെയ്യാം. ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാറ്റസ് ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇത് തിക്നെസ് ഗേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ഈസ് ദ പെർസെൻറ്റേജ് ബൈ വെയ്റ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ഇറ്റ് ഹൂസ് ലീസ്റ്റ് ഡയമെൻഷൻ ഓർ തിക്നെസ് ഈസ് ലെസ് ദാൻ 3/5 ഓഫ് ദി മീൻ ഡയമെൻഷൻ. അപ്പം എന്താണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് നോക്കാം. അതായത് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ
അതായത് ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ബൈ വെയ്റ്റ് ഓഫ് പാർട്ടിക്കിൾ, അതായത് ഹൂസ് ലീസ്റ്റ് ഡയമെൻഷൻ ഈസ് ലെസ് ദാൻ 3/5 ഓഫ് ഇറ്റ്സ് മീൻ ഡയമെൻഷൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഡെഫിനേഷൻ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, എന്നാലും നിങ്ങൾക്ക് എക്സാമിനൊക്കെ അത് എഴുതാൻ വേണ്ടി പറ്റൂ. എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് എടുത്തു, അപ്പോൾ അതിൻ്റെ മീൻ ഡയമെൻഷനേക്കാളും 3/5 ലെസ് ദാൻ ആയിരിക്കും നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് അഗ്രിഗേറ്റ് എടുത്തു, അതിൻ്റെ മീൻ ഡയമെൻഷൻ്റെ 3/5 കുറവായിട്ടായിരിക്കും നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ ലീസ്റ്റ് ഡയമെൻഷൻ, അതായത് തിക്നെസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പെർസെൻറ്റേജിലാക്കി എഴുതുന്നതിനെയാണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് പാർട്ടിക്കിൾസ് എടുത്തു, അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള മീൻ ഡയമെൻഷനേക്കാളും 3/5 കുറവായിരിക്കും. കുറവായിട്ടുള്ളതിനെ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നമ്പർ ഓഫ് പീസസ് ഓഫ് അഗ്രിഗേറ്റ് എടുക്കുന്നു. കോമൺലി 200 പീസസ് ഒക്കെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഈച്ച് ഫ്രാക്ഷനും എന്ത് ചെയ്യും, ഈ തിക്നെസ് ഗേജിലൂടെ നമ്മൾ പാസ് ചെയ്യും. ഇവിടെ 1, 2, 3 ഇവിടെ കാണിച്ചിട്ടില്ല ഓരോ തിക്നെസ് ഗേജ്, അതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ വെയിറ്റും നമ്മൾ എടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കി ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് പാസിംഗ് ത്രൂ ദ ഗേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100. ഇനി നെക്സ്റ്റ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് ആണ്. ഇലോങ്ങേഷൻ ഇൻഡെക്സ് ചെയ്യുന്ന ആ തിക്നെസ് ഗേജ് അപ്പാറ്റസ് ആണ് ബോട്ടത്തിലായിട്ട് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ ഫസ്റ്റ് ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ചെയ്യുന്ന പോലെ ഓരോ ഗേജിലൂടെയും നമ്മൾ പാസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വെയിറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഡെഫിനിഷനിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്, അത് നമുക്ക് നോക്കാം. ഇലോങ്ങേഷൻ ഇൻഡെക്സ് ഈസ് ദ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഹൂസ് ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 1/8 ടൈംസ് ഓഫ് ദ മീൻ ഡയമെൻഷൻ. ഇവിടെ മറ്റേത് ലീസ്റ്റ് ഡയമെൻഷൻ ആയിരുന്നു, ഇവിടെ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് മീൻ ഡയമെൻഷൻ്റെ 1/8 കൂടുതലായിരിക്കും. മറ്റേത് ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് മീൻ ഡയമെൻഷൻ്റെ 3/5 കുറവായിരിക്കണം. ഇവിടെ ഗ്രേറ്റസ്റ്റ് ഡയമെൻഷൻ മീൻ ഡയമെൻഷൻ്റെ 1/8 കൂടുതലായ പാർട്ടിക്കിൾസിനെ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് വെയിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇലോങ്ങേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പിന്നെ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് നോട്ട് പാസിംഗ് ത്രൂ ദ ഗേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100. നേരത്തെ ഇതിൽ വെയിറ്റ് പാസിംഗ് ത്രൂ ദ ഗേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100 ആണെങ്കിൽ ഇവിടെ വെയിറ്റ് നോട്ട് പാസിംഗ് ത്രൂ ദ ഗേജ് ആണ്. അതിൽ പാസ് ചെയ്യാത്ത മെറ്റീരിയലിൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ആ മെറ്റീരിയലിൻ്റെ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100 ആണ്. ദെൻ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരുന്നല്ല ഒരിക്കലും 10 to 15% ഇത് കൂടാൻ പാടില്ല. പിന്നെ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് അല്ല കേട്ടോ, ഇലോങ്ങേഷൻ ഇൻഡെക്സ് ആണ്. പിന്നെ ഫ്ലേക്കിനെസ് ഇൻഡെക്സ് ഈസ് ലിമിറ്റഡ് ടു 40 for crushed coarse aggregate for non-wearing surfaces. non-wearing surface ആണെങ്കിൽ ലിമിറ്റഡ് 40 ആണ് അതിൻ്റെ വാല്യൂ വരാൻ പാടില്ല, അതിൽ കൂടാൻ പാടില്ല. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് അഗ്രിഗേറ്റ് ആണ്. അതെങ്ങനെ അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. എ സാമ്പിൾ ഓഫ് 2 kilogram ഈസ് ടേക്കൻ ആൻഡ് വാഷ്ഡ് ടു റിമൂവ് ഫൈനർ പാർട്ടിക്കിൾ ആൻഡ് ഡസ്റ്റ്. Then kept in wire basket and immersed in a distilled water at a temperature of 22 degrees Celsius to 32 degrees Celsius. The weight A1 is taken in the water. അതായത് നമ്മളൊരു 2 kilogramനുള്ള പാർട്ടിക്കിൾസ് എടുക്കുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു, നമ്മൾ അതിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഫൈനർ പാർട്ടിക്കിൾസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നല്ല വാഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അഗ്രിഗേറ്റിനെ ഒരു വയർ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 22 degrees Celsius to 32 degrees Celsius ആയിരിക്കാം. അതിൽ നമ്മൾ ഇമേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കും. അത് നമ്മൾ A1 എന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ബാസ്ക്കറ്റ്സ് ആൻഡ് അഗ്രിഗേറ്റ്സ് ആർ ദെൻ റിമൂവ്ഡ് ഫ്രം ദ വാട്ടർ. അതായത് ഈ
അഗ്രിഗേറ്റും ബാസ്ക്കറ്റും വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അലോ ടു ഡ്രെയിൻ ആൻഡ് അഗ്രിഗേറ്റ് ആർ ടേക്കൺ ഔട്ട്. അത് ഡ്രെയിൻ ചെയ്ത ശേഷം അഗ്രിഗേറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ബാസ്ക്കറ്റിൻ്റെ എം ടി വെയിറ്റ് മാത്രം മെഷർ ചെയ്യുന്നു. അതിന് നമ്മൾ A2 എന്ന് ഡിനോട്ട് ചെയ്തു. ഈ ബാസ്ക്കറ്റിൻ്റെ എം ടി വെയിറ്റ് മെഷർ ചെയ്യുന്നത് അത് ബക്കറ്റ് മാത്രം ഇട്ടിട്ട് വെള്ളത്തിൽ ബക്കറ്റ് മാത്രം ഇട്ടിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുന്നു. അത് നമ്മൾ MT എന്ന്, അതായത് A2 എന്ന് A2 എന്ന് ഡിനോട്ട് ചെയ്തു. സോ സാച്ചുറേറ്റഡ് വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് ഇൻ വാട്ടർ ഈസ് A. അതായത് അപ്പോൾ സാച്ചുറേറ്റഡ് വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റിൻ്റെ വാട്ടറിലുള്ള വെയിറ്റ് എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട അഗ്രിഗേറ്റ് പ്ലസ് ബക്കറ്റിൻ്റെ വെയിറ്റ് ഇൻ വാട്ടർ മൈനസ് വെയിറ്റ് ഓഫ് ബക്കറ്റ് എലോൺ ഇൻ വാട്ടർ. അതാണ് അപ്പോൾ അഗ്രിഗേറ്റിൻ്റെ മാത്രം സാച്ചുറേറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ദ അഗ്രിഗേറ്റ് ആർ എക്സ്പോസ് ടു സൺലൈറ്റ്. അഗ്രിഗേറ്റ് സൺലൈറ്റിൽ വെക്കുന്നു ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡ്രൈഡ്. അത് അപ്പോൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഡ്രൈഡ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതിൻ്റെ സർഫസ് ഡ്രൈ അഗ്രിഗേറ്റിൻ്റെ മെഷർ എടുക്കുന്നു. സർഫസിലുള്ള അഗ്രിഗേറ്റിൻ്റെ മെഷർ എടുക്കുന്നു. അത് നമ്മൾ B എന്ന് മെഷർ ചെയ്യുന്നു. അതിനുശേഷം അഗ്രിഗേറ്റ് ഓവൻ ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ മെഷർ എടുക്കുന്നു. അത് C. ദെൻ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുള്ള ഇക്വേഷനാണ് ഗിവൻ ചെയ്തിട്ടുള്ളത്. C/B - A. ദെൻ അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി, വാട്ടർ അബ്സോർപ്ഷൻ, ഇതൊക്കെ കാണാനുള്ള ഇക്വേഷനാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മളൊരു 2 കിലോഗ്രാമുള്ള മെറ്റീരിയൽ എടുക്കുന്നു. അതിനെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ട് ബക്കറ്റ് പ്ലസ് മെറ്റീരിയലുള്ള ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുന്നു. അതായത് ഒരു വയർ ബാസ്ക്കറ്റ് ബക്കറ്റിൽ. എന്നിട്ട് നമ്മൾ വയർ ബാസ്ക്കറ്റ് ബക്കറ്റിൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും വെയിറ്റ് എടുക്കുന്നു. അതിന് നമ്മൾ A1 എന്ന് ഡിനോട്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അഗ്രിഗേറ്റ് റിമൂവ് ചെയ്തിട്ട് ബക്കറ്റ് മാത്രം വാട്ടറിൽ ഇട്ടിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് A2 കിട്ടി. ഇനി നമ്മൾ അവിടെ നിന്ന് സാച്ചുറേറ്റഡ് വെയിറ്റ് ഓഫ് അഗ്രിഗേറ്റ് കണ്ടുപിടിക്കണം. അഗ്രിഗേറ്റ് മാത്രം വെള്ളത്തിലുള്ള വെയിറ്റ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ A1 - A2 ചെയ്യുന്നു. അതായത് അഗ്രിഗേറ്റും ബക്കറ്റും വാട്ടറിലുള്ള വെയിറ്റിൽ നിന്നും ബക്കറ്റ് മാത്രമുള്ള വെയിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അഗ്രിഗേറ്റ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെയിറ്റ് കിട്ടുന്നു. പിന്നെ നമ്മൾ ഈ അഗ്രിഗേറ്റിനെ സർഫസിൽ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുന്നു, B എന്ന് എടുക്കുന്നു. പിന്നെ നമ്മൾ ഓവൻ ഡ്രൈഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റിൻ്റെ വെയിറ്റ് C എന്നും എടുക്കുന്നു. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ കണ്ടിരിക്കുന്ന ഇക്വേഷൻസ് വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? സ്പെസിഫിക് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ബൾക്ക് ഡെൻസിറ്റി ആൻഡ് വോയിഡ്സ് ആണ്. അത് നോക്കാം. cylindrical measure is filled about 1/3 each time with thoroughly mixed aggregate and tamped with 25 stroke by bullet ended tamping rod 60 mm diameter and 60 cm long. അതായത് ഒരു സിലിണ്ടറിക്കൽ മെഷർ ഉണ്ടാവും, അത് സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക? അതിന് നമ്മൾ ഫുള്ളായിട്ടും അഗ്രിഗേറ്റ് ഇടുക. അതപ്പോൾ ഒരിക്കലും ഒരുമിച്ച് അഗ്രിഗേറ്റ് ഫില്ല് ചെയ്യാതെ ഒരു 1/3 പോർഷൻ ആക്കിയിട്ട് മാത്രം ഇടുക. അങ്ങനെ ഇടുമ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 പോർഷൻ ഇട്ടിട്ട് അതിനെ 25 ടൈംസ് ടാമ്പ് ചെയ്യുക. പിന്നെ അനദർ 1/4 പോർഷൻ ഇട്ടിട്ട് 25 ടൈംസ് എന്ത് ചെയ്യുക? ടാമ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ തറലി ഫില്ലാവുന്നത് വരെ എന്ത് ചെയ്യുക? ടാമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ടാമ്പിങ് റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 60 സെൻറ്റിമീറ്റർ ലോങ് ആയിരിക്കും, ഡയമീറ്റർ 16 mm ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഇത് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഈ കണ്ടെയ്നർ ഫില്ല് ചെയ്തതിന് ശേഷം ടോപ്പ് ഓഫ് ദി സിലിണ്ടർ ടാമ്പിങ് റോഡ് വെച്ച് തന്നെ ലെവൽ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? നെറ്റ് വെയിറ്റ് ഓഫ് ദ അഗ്രിഗേറ്റ് മെഷർ ചെയ്യുക. പിന്നെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നെറ്റ് വെയിറ്റ് ഓഫ് ദ അഗ്രിഗേറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ കപ്പാസിറ്റി ഓഫ് ദ കണ്ടെയ്നർ ഇൻ ലിറ്റർ. അപ്പോൾ നമുക്ക് അഗ്രിഗേറ്റിൻ്റെ മൊത്തം വെയിറ്റ് എടുക്കുക, സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ബൾക്ക് ഡെൻസിറ്റി കിട്ടും. പിന്നെ പെർസെൻറ്റേജ് വോയിഡ്സ് കാണാനുള്ള ഇക്വേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബൾക്ക് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ ഫിഗറും ടാമ്പിംഗ് റോഡും ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കുള്ള ബൾക്കിംഗ് ഓഫ് സാൻഡും സീവ് അനാലിസിസും ആണ്. അത് നിങ്ങൾ കോൺക്രീറ്റ് ലാബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്.
എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കലി ഇൻ കോൺക്രീറ്റ്, that is mainly hydroxyl ion in pores of water, and certain rock minerals. അതായത് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ കോമൺലി കണ്ടുവരുന്ന ഒരു ഡിഫക്ട്സ് ആയിട്ട് തന്നെയാണ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലായ ഡിഫക്ട്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കോമൺലി കോൺക്രീറ്റിലുള്ള ആൽക്കലീസും പിന്നെ ഈ റോക്സിലൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മിനറൽസും തമ്മിലുള്ള റിയാക്ഷനെയാണ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കോമൺലി ഇത് ഹൈഡ്രോക്സിൽ അയനും പിന്നെ സിലിക്ക അയനും തമ്മിലുള്ള റിയാക്ഷനാണ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് റിയാക്ഷൻ പ്രൊഡ്യൂസസ് ആൽക്കലി സിലിക്ക ജെൽസ് വിച്ച് സ്വെൽസ് ഇൻഫിനിറ്റ്ലി ആൻഡ് ക്യാൻ കോസ് ക്രാക്സ് ഇൻ കോൺക്രീറ്റ്. അതായത് ഇതെന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ അയൻസും അതായത് കോൺക്രീറ്റിലുള്ള ആൽക്കലീസും മിനറൽ റോക്കിലൊക്കെയുള്ള മിനറൽസും തമ്മിലുള്ള റിയാക്ഷനാണ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മെയിൻലി ഹൈഡ്രോക്സിൻ അയൻസും സിലിക്ക കോമ്പൗണ്ട്സും തമ്മിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ആൽക്കലി സിലിക്ക ജെൽസ് ഫോം ചെയ്യും. അത് പിന്നെ മോർ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സ്വെല്ല് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ സ്വെല്ലിംഗ് ഉണ്ടായ എന്തിനുള്ള ചാൻസ് ഉണ്ട്? അതിന് ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ആൽക്കലി സിലിക്ക റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോളോയിങ് ആർ ദ ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ: റിയാക്റ്റീവ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്, ഹൈ ആൽക്കലി കണ്ടന്റ് ഇൻ സിമെൻറ്റ്, അവൈലബിലിറ്റി ഓഫ് മോയ്സ്ചർ, ഒപ്റ്റിമം ടെമ്പറേച്ചർ കണ്ടീഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ, സെലക്ഷൻ ഓഫ് നോൺ റിയാക്റ്റീവ് അഗ്രിഗേറ്റ് by the use of low alkali cement, by the use of corrective admixtures such as pozzolanous, by controlling the void space in concrete, by controlling moisture condition and temperature. അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്താണ്? അപ്പോൾ ഇത് കോൺക്രീറ്റ് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താണ്? റിയാക്ഷനാണ്. അപ്പോൾ കോൺക്രീറ്റിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലീസും അതായത് ഹൈഡ്രോക്സിൽ അയൻസും പിന്നെ അതുപോലെ തന്നെ സിലിക്ക എസ്പെഷ്യലി സിലിക്ക കോമ്പൗണ്ട്സും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ റിയാക്ഷൻ നടന്നിട്ട് ഇത് എന്ത് ചെയ്യും? ആൽക്കലി സിലിക്ക ജെൽ ഇവിടെ ഫോം ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ എന്ത് ചെയ്യും? മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ആൽക്കലി സിലിക്ക ജെൽ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അതായത് വാട്ടർ വരുന്നതിനനുസരിച്ച് സ്വെല്ല് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ സ്വെല്ലിംഗ് ഉണ്ടായാൽ, എൻലാർജ്മെൻറ്റ് ഉണ്ടായാൽ അത് എന്തിനുള്ള ചാൻസ് ചെയ്യും? ഇങ്ങനെ പുറത്തിങ്ങനെ ക്രാക്സ് ഇൻ കോൺക്രീറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ടും കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ക്രാക്സ് വരാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ ഈ ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷനാണ്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, വളരെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേർഡ്സിൽ എഴുതുന്നതിന് കൂടെ ജസ്റ്റ് ഹാൻഡ് സ്കെച്ച് ഇതുപോലെ വരച്ച് വെച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് അഡ്മിക്സ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും നോക്കാം. അഡ്മിക്സ്റ്റേഴ്സ് ആർ ദ മെറ്റീരിയൽ അതർ ദാൻ ദ സിമെൻറ്റ്, water, aggregate and reinforcement which are used as an ingredient of concrete and is added to the batch immediately before during mixing to enhance its properties. അപ്പോൾ അഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇറ്റ് ഈസ് എ അപ്പോൾ അഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഇത് കോൺക്രീറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് ഇത് സിമെൻറ്റ് അല്ല, വാട്ടർ അഗ്രിഗേറ്റ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഒന്നും അല്ലാതെ കോൺക്രീറ്റിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കോമൺലി ഒന്നുകിൽ മിക്സിങ്ങിൻ്റെ ബിഫോറായിട്ടോ അല്ലെങ്കിൽ മിക്സിങ്ങിൻ്റെ ടൈമിലോ നമുക്ക് അഡ്മിക്സ്റ്റേഴ്സ്
ആഡ് ചെയ്യാം. പിന്നെ അഡ്മിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോമൺലി 2 തരത്തിലുള്ള അഡ്മിസ്റ്റേഴ്സ് ആണുള്ളത്. മിനറൽ അഡ്മിസ്റ്റേഴ്സും ഉണ്ട്, കെമിക്കൽ അഡ്മിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ മിനറൽ അഡ്മിസ്റ്റേഴ്സിന് എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫ്ലൈ ആഷ്, സിലിക്ക ഫ്യൂം, റൈസ് ഹാഷ്, മെറ്റാ കയോലിൻ ഒക്കെ. പിന്നെ കെമിക്കൽ അഡ്മിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റർ, റിട്ടാർഡേഴ്സ്, പ്ലാസ്റ്റിസൈസേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ്, വാട്ടർ പ്രൂഫേഴ്സ് ഒക്കെയാണ് കെമിക്കൽ അഡ്മിസ്റ്റേഴ്സിന് എക്സാമ്പിൾ. അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.